സ്കൂളുകളിൽ ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമുക്ക് ടെക്നോളജി ഉണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകളിലും സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് സ്കൂളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെല്ലാവരും ഓക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് പേരന്റ്സും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഹാർഡ്വെയർ, അതിനെ നമ്മൾ ഡിജിറ്റൽ ആക്ടിവിറ്റി ബുക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിജിറ്റൽ ആക്ടിവിറ്റി ബുക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ടീച്ചർമാര് കൊടുക്കുന്ന മെറ്റീരിയലുകൾ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം കാണുന്ന ഒരു ആക്ടിവിറ്റി ബുക്കാണ്. അപ്പൊ റെയിൽവേ ഇന്റർവെൻഷനും അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പം അത് കുട്ടികളുടെ ലേണിങ്ങിന് ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവരുടെ മുന്നോട്ട് പഠിപ്പിച്ച് അവരുടെ കഴിവുകളെ കണ്ടെത്തി വൊക്കേഷനിലേക്ക് പറഞ്ഞു വിടുക, അല്ലെ? നമുക്ക് അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് അതിലേക്ക് എത്തണമെങ്കിൽ ടെക്നോളജിയുടെ ആവശ്യകത വളരെയധികമാണ്.